പണ്ട് നമ്മുടെ അമ്മച്ചിമാരെ ഞങ്ങളൊക്കെ പിടിയരി കൊണ്ടുപോയവരാ. അരി അടപ്പയിടും മുമ്പ് ഒരു പിടി അരി മാറ്റിയിടും. 10 പേരുള്ളതിലും 3 അരി, എനിക്ക് എൻ്റെ കണക്കൊന്നും അറിയില്ല, ഉള്ളതിലും അതിൽ നിന്ന് മാറ്റിയിടും ഒരു പിടി. എപ്പോൾ അരി ഇട്ടാലും ഒരു പിടി മാറ്റിയിടും. എന്നിട്ട് അത് പൊതിഞ്ഞ് സൺഡേ സ്കൂളിൽ തന്നു വിടും. യുവാ തരാനില്ല, അതവിടെ കൊണ്ടുപോകുന്നത്. അപ്പം അന്ന് പാസ്റ്ററുടെ വീട്ടിൽ, ഇത് പാസ്റ്റർക്കാണ് കൊടുക്കുന്നത്. അപ്പം അന്ന് എല്ലാ ദിവസവും പാസ്റ്ററുടെ വീട്ടിലെ ചോറ് ബിരിയാണി പോലെ ഇരിക്കും, കളർഫുള്ളാണ്. കാരണം പല വീട്ടിൽ നിന്ന് വരുന്ന അരിയാണ്. ചിലത് വേവും ചിലത് വേവത്തില്ല. അന്നത്തെയൊക്കെ കാലത്ത് റേഷനരിയാ. ഈ അരിക്ക് പുഴുക്കലരി എന്നാണ് നമ്മുടെ നാട്ടിൽ പറയുന്നത്. പുഴുക്കലരി, റേഷൻ പുഴുക്കലരി. അതിന് പുഴുക്കലരിക്ക് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷനുണ്ട്: പുഴു പ്ലസ് കല്ല് പ്ലസ് അരി, പുഴുക്കല്ലരി. അപ്പം പാസ്റ്റർ വീട്ടിലെ ഇതാ. അന്ന് പിടിയരി കൊടുത്തവനെയും അത് തിന്നവനെയും ദൈവം അനുഗ്രഹിച്ചു. അതിന് തെളിവായി ഇത്രയും കൈവിടെ ഉയർന്നത്. എൻ്റെ അപ്പനൊരു പാസ്റ്റർ അല്ലായിരുന്നു. എൻ്റെ അപ്പൻ പാസ്റ്റർമാർക്ക് അരി കൊണ്ട് കൊടുക്കുന്നുണ്ടായി. 2 കിലോ അരി വാങ്ങിയാൽ 1 കിലോ അരി ഞങ്ങളുടെ പാസ്റ്റർക്ക്. അത് പട്ടിണിയുടെ വേടയ്ക്ക്. 2 കിലോ കപ്പ വാങ്ങിയാൽ 1 കിലോ കപ്പ ഞങ്ങളുടെ പാസ്റ്റർക്ക്. ഞാൻ പറഞ്ഞ സാരം, എൻ്റെ അപ്പൻ ദൈവത്തോട് കാണിച്ച ദൈവം നീതി, സ്നേഹം ദൈവം മറന്നില്ല. തമ്പുരാനെ ഓടിച്ചിട്ട് തീറ്റ. ഞാൻ വീട്ടിൽ നിന്ന് കഴിക്കുന്നതിനേക്കാൾ അധികം നാട്ടിൽ നിന്നാണ് കഴിക്കുന്നത്. ഭക്തന് ദൃഢധൈര്യമുണ്ട്, അവൻ്റെ മക്കൾക്കും ശരണമുണ്ടാകും. എനിക്ക് 7 വയസ്സുള്ളപ്പോൾ എൻ്റെ അപ്പൻ നിത്യത്തിലേക്ക് പറന്നു പോയതാണ്. തൻ്റെ നാമത്തോട് കാണിക്കുന്ന സ്നേഹം ദൈവം മറക്കില്ല.